എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യാൻ പോണത് കേട്ടോ. കാരണം ഇന്ന് രാവിലെ മുതൽ കുറച്ച് തിരക്കായിപ്പോയി. ഷോർട്സ് ഇട്ടിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യം വന്നു. ലോങ് വീഡിയോ ഒരുപാട് വൈകി. ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യാൻ ഒരുപാട് സമയമില്ല. കുഞ്ഞായിട്ട് ചെയ്തു തരാം, നമുക്ക് നോക്കാം. ഇത് ഞാൻ നേരത്തെ ഷോർട്സായിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഏത് റീഡിങ് എടുക്കുമ്പോഴും മൂൺ കാർഡ് റെഗുലറായിട്ട് നമുക്ക് വരാറുണ്ട് അല്ലേ? നിങ്ങളുടെ നിങ്ങളുടെ എനർജിയിലും വരാറുണ്ട്. അതായത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു, പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇവർക്ക് ഇത്രയും ഇൻസെക്യൂരിറ്റി തോന്നാൻ കാര്യം അല്ലേ? ഇൻസെക്യൂരിറ്റി തോന്നുന്നുണ്ട്, എന്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരുന്നില്ല? അപ്പോൾ ആ ഇൻസെക്യൂരിറ്റിയുടെ റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് അതാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് ഇൻസെക്യൂരിറ്റി തോന്നാനുള്ള കാരണങ്ങൾ എന്താണ്? തിരിച്ചു വേണം നിങ്ങളുടെ നോക്കാം. നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി തോന്നാനുള്ള കാരണങ്ങൾ എന്താണ്? അത് രണ്ടും തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ സിറ്റുവേഷൻ എല്ലാം കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ലൈവിന് എനിക്ക് കുറച്ച് സമയം കൂടി വേണം. ശബ്ദം ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല. ഇപ്പോൾ അവർ ഊണ് കഴിക്കാൻ പോയിരിക്കുകയാണ് വർക്കേഴ്സ്. ആ സമയത്ത് ഞാൻ വേഗം വന്ന് റെക്കോർഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് ചില സമയത്ത് വളരെ ഇൻസെക്യൂർ ആയിട്ട് കാണപ്പെടുന്നു. ഇൻസെക്യൂർ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യിക്കാനുള്ള യാതൊരു കാരണങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇൻസെക്യൂരിറ്റി തോന്നാൻ ഉള്ള കാരണങ്ങൾ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് ഇൻസെക്യൂരിറ്റി തോന്നാനുള്ള കാരണങ്ങൾ എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. നോക്കട്ടെ. എംപറർ, അത് ശരി. പേജ് ഓഫ് കപ്സ്, എംപ്രസ്, ഓക്കെ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഞാൻ ചിരിച്ചു തന്നാൽ നിങ്ങൾക്ക് കാഴ്ച പറയുമ്പോൾ മനസ്സിലാവും. 4 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ. 7 ഓഫ് സ്പോർട്സ്, ഏസ് ഓഫ് കപ്സ് ഓബ്വിയസ്ലി, 8 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുവേ. 2 ഓഫ് പെൻറ്റക്കിൾസ്, ഹെർമിറ്റ്, ഓക്കെ. എല്ലാം അറിയാമെങ്കിൽ എന്താണത് തിരുത്താത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ജഡ്ജ്മെൻറ്റ്, മജീഷ്യൻ, ഓക്കെ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ക്വീൻ ഓഫ് വാൻഡ്സ്, ഓക്കെ. എനിക്കിതിൽ ക്ലാരിഫൈ 7 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 7 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 7 ഓഫ് സോർട്സ്. 7 ഓഫ് സോർട്സ് എന്തുകൊണ്ടാണ് ഡിവൈൻ അവിടെ? ലവേഴ്സ്, okay. Clarify 8 of Pentacles, clarify 8 of Pentacles, clarify 8 of Pentacles. Page of Swords, okay, makes sense. സിമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇൻസെക്യൂർ ആവുന്നത്. എംപറർ വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അറിയായിരിക്കും എന്താണ് എംപററുടെ എനർജി എന്നുള്ളത് അല്ലേ? ഇവരുടെ ഈഗോ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് ഇവർ വളരെയധികം ഈഗോ പ്രകടിപ്പിക്കാറുണ്ടായിരിക്കും. അതായത് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, ചെറിയ കാര്യങ്ങൾക്ക് ഫ്ലെയറപ്പ് ആവുക, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു റീസണും ഇല്ലാതെ എന്തെങ്കിലും നിങ്ങളൊരു ചെറിയ കമൻറ്റ് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും അതിനെ പിടിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുക. ഒരു കാരണവും ഇല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നത് അവർക്ക് ഇഷ്ടമില്ലാതിരിക്കുക, അങ്ങനെ അവരുടെ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കണം, വീട്ടിൽ ഒതുങ്ങിയിരിക്കണം, അങ്ങനെയൊക്കെ പറയുക. അതായത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരുടെ ഈഗോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അത് അവർക്ക് തന്നെ അറിയാം, അത് തെറ്റാണ്, ആ ചെയ്യുന്ന തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം.
അല്ലെങ്കിൽ അവരുടെ പദവി, പിന്നെ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം അവർ വളരെ പ്രബലമായിട്ട് പറഞ്ഞു കാണിക്കുന്നുണ്ടാവും. ഇത്തരം ഈ പൊസിഷനിലിരിക്കുന്ന ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ എന്നുള്ള രീതിയിൽ അതൊക്കെ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്, ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളവർക്ക് നന്നായി തന്നെ അറിയാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എല്ലാം നിങ്ങൾക്കറിയാം അല്ലേ. അതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എനിക്കറിയില്ലേ, ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് കാണിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് അവർക്ക് അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കാണെന്ന് അവർക്ക് ഇതിലേത് സിനാറിയോ ആയാലും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ ബോധ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇൻസെക്യൂരിറ്റി തോന്നുന്നത്. ഞാനിങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ പേഴ്സൺ എന്നെ വിട്ടു പോകുമോ എന്നുള്ള പേടി അവർക്ക് നല്ലപോലെ ഉണ്ട്. ഓക്കെ, നിങ്ങളത് വ്യക്തമാക്കിയിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് ഇവർ നിങ്ങളെ ഓൺലൈൻ അധിക സമയം കാണാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിടുന്ന സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആരുടെങ്കിലും കൂടെ എവിടേക്കെങ്കിലും പോയിരുന്നോ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഇവൻറ്റിൽ കണ്ടു, അല്ലെങ്കിൽ രാത്രി ലേറ്റായിട്ട് നിങ്ങളെ ഓൺലൈനിൽ കണ്ടു, അതെല്ലാം ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു. ഓക്കെ, ഈ നേരത്ത് ആരോടായി ചാറ്റ് ചെയ്യുന്നത്, ഓൺലൈൻ കണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോൾ ഫോൺ ഓൺ ചെയ്തിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും, ഓൺലൈൻ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ ഉടനെ ചിന്തിക്കുന്നത് നിങ്ങൾ ആരെടുത്തോ ചാറ്റ് ചെയ്യുകയാണ് അങ്ങനെ. ഓക്കെ, അല്ലെങ്കിൽ ഹാപ്പി പിക്ചേഴ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ ഹാപ്പി, ഞാനില്ലെങ്കിലും ഇവർ ഹാപ്പി ആണല്ലോ എന്നുള്ള ചിന്ത, അങ്ങനെ അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ കാണാൻ നല്ല ഒരാളായിരിക്കണം, നിങ്ങളുടെ സൗന്ദര്യം തന്നെയാണ് അവരുടെ പ്രശ്നം. കാരണം അവർ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിച്ചാൽ എത്ര പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര പേര് വേണമെങ്കിൽ നിങ്ങളെ സ്നേഹിക്കും. ഇവർ മാത്രമല്ല, ദർ ആർ അതർ ഓപ്ഷൻസ്, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ ഇവരെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ അത് ചൂസ് ചെയ്താലോ, ഇവരെ വിട്ടിട്ട് ആ ബെറ്റർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾ പോയാലോ എന്നൊക്കെ ഉള്ള ഒരു ആവശ്യമില്ലാത്ത ചിന്ത. നിങ്ങൾ ആ പേഴ്സൻ്റെ രൂപം കണ്ടിട്ടല്ലല്ലോ സ്നേഹിച്ചത് അല്ലേ, മനസ്സിനെ അല്ലേ സ്നേഹിച്ചത്. പക്ഷെ ഇവർ ചിന്തിക്കുന്നത് അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സണെ കണ്ടാൽ നിങ്ങൾ കാണാൻ അത്രയും നല്ലൊരാളാണ്, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും നല്ല സ്വീറ്റായിട്ടൊരു സ്വഭാവമാണ്, അപ്പോൾ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ കിട്ടും. അപ്പോൾ ഇവർ വേറൊരു ചോയ്സ് വന്നിട്ട് ഇവരെ ഇട്ടിട്ട് പോയാലോ എന്നുള്ള പേടി, ഒരാവശ്യമില്ലാത്ത ഭയം അവർക്ക് ഉണ്ട് കേട്ടോ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ ജോലിയോ അങ്ങനെ എന്തെങ്കിലും, അതായത് ഇവരെക്കാൾ മെച്ചപ്പെട്ട ഒരു ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു തുടങ്ങി കാണും. അത് ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നാൽ ഇവരെക്കാൾ നിങ്ങൾ ഫൈനാൻഷ്യലി ഒരു നല്ല നിലയിൽ എത്തിപ്പോയാൽ ഇവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം ഇവർക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രൊമോഷൻ കിട്ടിയതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഫൈനാൻസ് രീതിയിൽ ഇവരെക്കാൾ നിങ്ങൾ ഒരുപടി മേലെ പോയാൽ നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം. ഇത് ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക, എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ. ഓരോ കാർഡ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാർഡ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആവും. ഏത് കാർഡ് കണക്റ്റ് ആവുന്നത് മാത്രം എടുക്കുക കേട്ടോ, എല്ലാവർക്കും ഉള്ളതല്ല. ഓക്കെ, ഞാൻ ആ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ഞാൻ കാർഡ്സ് റീഡ് ചെയ്യാറുള്ളത്. ഒരു സ്പ്രെഡ് എടുത്ത് ഒറ്റ ഇതിലങ്ങ് പറഞ്ഞു പോകും, അങ്ങനെയല്ല. ഞാൻ എത്ര പേരുടെ എനർജി കൂടുതൽ കണക്റ്റ് ആവുന്നു അത്രയും എടുക്കും, അങ്ങനെയാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതിൻ്റെ വേറെ രീതിയിൽ പറയുന്നല്ലോ എന്ന് വിചാരിച്ച് കൺഫ്യൂസ് ആവണ്ട. ഞാൻ ചെയ്യുന്നത് ഓരോ കാർഡ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളെ പ്രതി ഇവർ അന്യായ പൊസസീവാണ്. അത് തന്നെയാണ് ഇവരുടെ ഇൻസെക്യൂരിറ്റിയുടെ കാര്യവും. നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നോ ചാറ്റ് ചെയ്യുന്നതോ പോയിട്ട് ചുമ്മാ നിന്നൊരു ഫോട്ടോ എടുത്തല്ലേ, നിങ്ങൾ വഴിയിൽ ആരെങ്കിലും കണ്ടാൽ ഒന്ന് ചിരിച്ചോ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചോ അതുപോലെ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പൊസസീവാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ എപ്പോഴും ആ പൊസസീവ്നെസ് കാരണം എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഇവർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി 7 ഓഫ് സ്വാർഡ്സും ലവേഴ്സും. ഇത് അൺഡിസ്ക്ലോസ്ഡ് ലവ് ആണ്. നിങ്ങൾക്കും അവരെ ഇഷ്ടമാണ്, അവർക്കത് ഫീൽ ചെയ്തിട്ടുമുണ്ട്.
കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് മാനസികമായിട്ട് അറിയാം നിങ്ങൾക്കും അവരെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്നേഹം തുറന്ന് പറഞ്ഞു കാണില്ല. ഓക്കെ. അപ്പോൾ ഇവർ വിചാരിക്കുന്ന മറ്റാരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണോ, അതാണ് അവരുടെ ഇൻസെക്യൂരിറ്റി. മറ്റാരെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കുമോ, നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും ആ ലവറിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരിക്കുമോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അത് ഓർത്തിട്ടാണ് അവർക്ക് ഇൻസെക്യൂരിറ്റി വരുന്നത് കേട്ടോ. മറ്റു ചിലർക്ക് സ്നേഹം ഒരുപാടായിട്ട് ഈ പറഞ്ഞ പൊസസീവ്നെസ്സിൻ്റെ വേറൊരു രീതി തന്നെയാണ്. നിങ്ങൾ അവരുടെ മാത്രമാണ്, അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. അതിസ്നേഹമാണ്, മനസ്സിലായില്ലേ? അതിസ്നേഹം കൊണ്ടും അവർക്ക് അവരുടെ നിങ്ങളുടെ സ്നേഹം അവർക്ക് മാത്രമുള്ളതാണ്. അത് ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അത് ഈവൻ നിങ്ങളുടെ പാരൻസാണ്, ബ്രദറാണ്, സിസ്റ്ററാണ്, ഫ്രണ്ട്സാണ്, അവർക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവരുടെ മാത്രം എന്നുള്ള രീതിയിൽ അത്രയും പൊസസീവാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി, നിങ്ങളവർ വിട്ടു പോകുമോ എന്നുള്ള അതിഭയങ്കരമായൊരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ട്. സ്നേഹക്കൂടുതലും കൊണ്ടുള്ള പ്രശ്നമാണത് കേട്ടോ. ഇനി അടുത്ത ഗ്രൂപ്പുകാരെന്ന് പറയുമ്പോൾ അവർ സ്റ്റുഡൻസാണ്. നിങ്ങളുടെ പേഴ്സൺ സ്റ്റുഡൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ജോലി ആയിട്ടില്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഫിനാൻസിന് വേണ്ടിയിട്ട് ഇവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഫാമിലീനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവർ ജോലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകുമോ, അത്രയും വരെ നിങ്ങൾക്ക് ജോലി ആവുന്നവരെ, അവർക്ക് ജോലി ആവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ, അല്ല അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് എപ്പോഴും തന്നെ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ്, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ഒരു പക്ഷേ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ മാരീഡ് ആയിരിക്കാം. ഒരു പക്ഷേ അല്ല, അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഫിനിറ്റി തേർഡ് പാർട്ടിയുടെ നേരെ തിരിയുമോ, കാരണം അവരുടെ ഇൻസെക്യൂരിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിവിടെ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ ലൈഫിൽ ഒരു ഹസ്ബൻഡോ വൈഫോ ഉണ്ടായിരിക്കും, ഒരു സ്പൗസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ സ്പൗസിലേക്ക് കൂടുതലായിട്ട് തിരിയുമോ, ഇവരെ ഇഗ്നോർ ചെയ്യുമോ എന്നുള്ള ഒരു ഭയം അവർക്ക് ഉണ്ട്. പെട്ടെന്ന് എങ്ങാനും അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നിങ്ങൾ ഒന്നിക്കുമോ, അതായത് നിങ്ങളുടെ സ്പൗസുമായിട്ട് ഒന്നിക്കുമോ, അപ്പോൾ ഇവരെ വേണ്ടാന്ന് വയ്ക്കുമോ എന്നുള്ളൊരു ഭയം ഇവർക്ക് തീർച്ചയായിട്ടും എപ്പോഴും തന്നെ ഉണ്ട് കേട്ടോ. ഹേർമിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അധികം സംസാരിക്കാത്ത, അധികം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കും കേട്ടോ. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഇവരുടെ മനസ്സിൽ എന്താണ്. ഇവരിങ്ങനെ യാതൊരു വികാരവും ഭാവഭേദവും ഇല്ലാതെ നിങ്ങളെന്ത് സംസാരിച്ചാലും യാതൊരു ഭാവഭേദവും ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ സ്നേഹം അവർ റിസീവ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ മനസ്സിൽ, സത്യത്തിൽ സ്നേഹമാണോ, ഇങ്ങനെയാണോ സ്നേഹിക്കുന്നതെന്നൊക്കെ, സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും കേട്ടോ. എന്താണ് ഇവർ ചിന്തിച്ചു കൂട്ടുന്നത്, ഇത്രയും ഇത് ഒന്നിച്ചിരിക്കുമ്പോഴും നിങ്ങൾ പറയുന്ന കേട്ടോണ്ടിരിക്കുമെന്നല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് യാതൊരു അങ്ങനെ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു റൊമാൻറ്റിക് ജെസ്ചർ ഒന്നും വരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കും ഒരു സംശയം തോന്നുമല്ലോ. ആ തെറ്റ് ഇവർക്ക് അറിയുന്നുണ്ട്, ഞാനിങ്ങനെ ആയാൽ പറ്റില്ല, എൻ്റെ സ്വഭാവം ഞാൻ മാറ്റണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് അവർക്ക് പറ്റുന്നില്ല, കാരണം അവരുടെ ബേസിക് നേച്ചർ അങ്ങനെയാണ്. അവർ സ്വതേ ഇൻട്രോവേർട്സ് ആയിരിക്കും, അതായത് അധികം പുറത്ത് സംസാരിക്കാത്ത വ്യക്തികളായിരിക്കും. അവിടെ അവർ അത് കാരണം, ഈ സ്വഭാവം കാരണം നിങ്ങൾ ക്ഷമ കെട്ടിട്ട് ഇവരെ ഇട്ടേച്ച് പോകുമോ എന്നുള്ള പേടി അവർക്ക് നല്ലപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഈ സ്വഭാവം കുറച്ചൊക്കെ മാറ്റാമല്ലോ, കുറച്ച് സംസാരിക്കാമല്ലോ, കുറച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിൽ എന്താ തെറ്റ് അല്ലേ. അടുത്തത് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു കേസ് നടക്കുന്നുണ്ടാവും. ഓക്കെ. പ്രോബബ്ലി ഒന്നുകിൽ അതൊരു സെപ്പറേഷൻ കേസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോർട്ട് കേസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. അവിടെ അങ്ങനെ കോർട്ട് കേസ് നടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ കേസിൻ്റെ വിധിക്ക് വേണ്ടി വെയിറ്റിംഗ് പീരീഡാണ്. അതിങ്ങനെ നീണ്ടു പോകുന്നുണ്ടായിരിക്കും. ഓക്കെ. വിചാരിച്ചൊരു സ്പീഡിൽ കേസ് തീരുന്നുണ്ടാവില്ല. അപ്പോൾ അതും അവർ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ കേസൊക്കെ വിധിയൊക്കെ ആയിട്ട് അവർ ഫ്രീ ആയി വരുമ്പോഴത്തേക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകുമോ എന്നൊരു ഭയം അവർക്ക് നല്ലപോലെ തന്നെ ഉണ്ട് കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് അവർ കരുതുന്ന നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്, ഓവർ കഴിവുകളുള്ള വ്യക്തിയാണ്, മനസ്സിലായില്ലേ. ഒന്നിലധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇവർക്ക് തോന്നുകയാണ്. ഓക്കെ, നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എന്താ പറയുക, കരിയറിലായാലും മറ്റു രീതിയിലായാലും നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതിൽ നിങ്ങൾക്ക് ഭയങ്കര എക്സ്പേർട്ടാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഇവരെക്കാൾ ഒരു പടി മുന്നിലാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവരെ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമോ? കരിയറിലൊക്കെ ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യം തന്നെ ആയാലും, ആർട്ടായിരിക്കാം, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, ആർട്ടിസ്റ്റായിരിക്കാം നിങ്ങൾ, അതിൽ ഭയങ്കര കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇവർ വിചാരിക്കുന്ന ഇത്രയും കഴിവുള്ള ഒരാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമോ, മൂവ് ഓൺ ചെയ്ത് പോവോ എന്നൊരു ഇൻസെക്യൂരിറ്റി. ഓവർ സക്സസ് ആയിട്ട്, അതായത് കരിയറിൽ ഒരുപാട് സക്സസ് ആയിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റാണ്, അതിൽ ഒരുപാട് സക്സസ് ആയിട്ട് നിങ്ങൾ ഇവരെ വിട്ട് മൂവ് ഓൺ ചെയ്ത് പോവുമോ എന്നുള്ള ഭയം ഉണ്ട് അവർക്ക്. ഓക്കെ, ക്വീൻ ഓഫ് വാൻസ് വെച്ചിട്ട് നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ ജോലിയിൽ ഒന്നുകിൽ ഇവർ നിങ്ങളുടെ താഴെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ താഴെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ ജോലിയിൽ ഇവർക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കാറുണ്ട്, തീരുമാനങ്ങൾ നിങ്ങളുടെ തീരുമാനമാണ് ഇവർ നടപ്പിലാക്കേണ്ടത്, അങ്ങനെ ഉള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇവർക്ക് റെസ്പെക്റ്റ് കലർന്ന സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ കാണാൻ വളരെ നല്ലൊരാളാണ്, സംസാരം വളരെ നല്ലതാണ്, ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇവരൊരു പക്ഷേ ഇവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞ് കാണില്ല നിങ്ങളുടെ അടുത്ത്. കാരണം നിങ്ങൾ ഇവരുടെ ബോസാണ്, മനസ്സിലായി, മാനേജർ, ഇവർക്ക് മുകളിലുള്ള വ്യക്തിയാണ്. അപ്പോൾ പറഞ്ഞാൽ തെറ്റാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഇവർ പറയാൻ പറ്റാതെ ആകുമോ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആകുമോ എന്നൊരു പേടി ഉണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ ഇവർ നിങ്ങളുടെ മാനേജറാണ്, അതായത് നിങ്ങൾ ഇവരുടെ മാനേജറാണ്, അതും അല്ലെങ്കിൽ ഇവരെക്കാൾ ഇവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ മുകളിലൊരു പൊസിഷനിലാണ്. അങ്ങനെ ആയിരിക്കാം, വളരെ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയും ആവാം കേട്ടോ. മാനേജറിൻ്റെ ബോസ് തന്നെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഇവരെക്കാൾ ഒരു പടി മുകളിലാണ് നിങ്ങൾ ജോബ് വൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡൗട്ടാണ്, ഇവർക്ക് സ്നേഹം ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുണ്ടോ, അതിനെ പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും, അങ്ങനെ ഓർത്ത് ടെൻഷൻ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാം. ഇനി സമ്മോ കാർഡ്സ് ഡിവൈൻ, പ്ലീസ് ഗിവ് മീ സമ്മോ കാർഡ്സ്. 3-4 കാർഡ്സ് കൂടെ എടുത്തിട്ട് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി എന്താണെന്ന് കൂടെ നോക്കാം. Ace of Wands, Queen of Swords, 5 of Pentacles, Queen of Cups, last card, 7 of Cups. Sorry. Clarify Ace of Wands. Clarify Ace of Wands. Please clarify Ace of Wands. Please clarify Ace of Wands. 10 of Pentacles. അതായത് ഇവർ ആലോചിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വീണ്ടും ഒന്ന് ചേർന്ന് ഇവർക്ക് വേണ്ടി ചിലപ്പോൾ ഫാമിലി എടുത്ത് വഴക്കൊക്കെ ഇട്ട് നിന്ന് കാണും. ഓക്കെ, ഫാമിലിയെ എതിർത്ത് നിന്ന് കാണും. പക്ഷെ ഇപ്പോൾ ഇവർക്കുള്ള ഭയം എന്താ അറിയോ, ഫാമിലി വന്നിട്ട് നിങ്ങൾ ഇമോഷണലി ഇത് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഫാമിലിയിലേക്ക് അഫിനിറ്റി ആകുമോ, നിങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കാണും കാരണം നിങ്ങൾ തമ്മിൽ റിലേഷനിലായിരിക്കും. അപ്പം നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കാണും, എന്ത് തന്നെ വന്നാലും ഫാമിലി എതിർത്താലും ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കാണും. പക്ഷെ ഇപ്പോൾ അവർക്ക് തോന്നുന്നത് ഫാമിലിയോട് നിങ്ങൾക്കൊരു ചായ്വ് തോന്നി തുടങ്ങിയിട്ടുണ്ടോ, അവർ പറഞ്ഞ് കേട്ട് നിങ്ങൾ ഇവരെ ഉപേക്ഷിക്കുമോ എന്നൊരു ഭയം അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക കേട്ടോ. ഓരോ കാർഡ്സ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും, എല്ലാം എല്ലാ പേർക്കും ഉള്ളതല്ല. ഓക്കെ, വീണ്ടും പറയുകയാണ് ഞാൻ, കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ക്വീൻ ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുടെ ദേഷ്യം അവർക്ക് ഭയമാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഇടപെടുന്ന, അതായത് വെട്ടൊന്നു തുണ്ട് രണ്ടെന്നുള്ള മട്ടിൽ സംസാരിക്കുന്ന വ്യക്തി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കളയുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം അവർക്ക് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇൻസെക്യൂറാണ്. ഇവരുടെ സ്നേഹം ഇവർ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ഭയം ഇവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. 5 of Pentacles വെച്ചിട്ട് ഒന്നുകിൽ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തോ ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനെപ്പറ്റി അവർ ബോധേഡാണ്.
അല്ലെങ്കിൽ എന്താ പറയുക, പ്രായമാവുന്നു, നിങ്ങൾ തമ്മിൽ കാര്യമായിട്ടുള്ള ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ഈ ഏജ് ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണോ എന്നൊക്കെ. ഭാവിയിൽ ഇത് ഇഷ്യൂ ആകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം അവർക്ക് ഉള്ളതായിട്ടും അതൊരു ഇൻസെക്യൂരിറ്റി ഉള്ളതായിട്ട് കാണുന്നു. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും അലട്ടുന്നുണ്ടായിരിക്കും. ഹെൽത്ത് ഇഷ്യൂ നിങ്ങളുടെ റിലേഷനെ ബാധിക്കുമോ എന്നവർ പേടിക്കുന്നുണ്ട്. ഭാവിയിൽ പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ളൊരു ഭയമുണ്ട്. മറ്റു ചിലർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ്. ഓക്കെ, ഫൈനാൻസ് കുറച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് സെറ്റിലായിട്ട് കടങ്ങളോ കാര്യങ്ങളോ ലോണോ അങ്ങനെയൊക്കെ ഉണ്ടാവും, പ്രാരാബ്ദങ്ങളുണ്ടാവും. അതൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വരും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ ഓവർലി ഇമോഷണലായിട്ട് പ്രതികരിക്കുന്നുണ്ടാവും കേട്ടോ. അത് പെട്ടെന്ന് ദേഷ്യപ്പെടുക. നിങ്ങൾ സമാധാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് അത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ പ്രതികരിക്കുക, അങ്ങനെ പെട്ടെന്ന് ഒരുപാട് കരയുക. സ്ത്രീയോ പുരുഷനോ രണ്ടും ആവാം കേട്ടോ. വെറുതെ ഒരാവശ്യമില്ലാതെ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക, വഴക്കിടുക, അങ്ങനെയൊക്കെ ഓവർ ഇമോഷൻസ് നിങ്ങളുടെ പേഴ്സൺ പ്രകടിപ്പിക്കാറുണ്ടായിരിക്കും. അപ്പോൾ അത് അവർക്ക് പിന്നീട് ഈ ഇമോഷണൽ പ്രകടനമൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ആലോചിക്കുമ്പോൾ തോന്നും, അയ്യോ ഞാൻ എന്തിനങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം അത് ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടായി കാണുമോ എന്നൊക്കെ ആലോചിച്ച് അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നവർക്ക് പിന്നീട് തോന്നും. അപ്പോൾ തെറ്റ് മനസ്സിലാവും, നമ്മളത് ചെയ്ത് അങ്ങനെ പ്രതികരിക്കരുതായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണ് തോന്നും. പക്ഷേ അവർ ചിന്തിക്കുന്ന ഇവരുടെ ഈ ഇങ്ങനത്തെ വികാര വിക്ഷോഭങ്ങൾ കാരണം നിങ്ങളവരെ വിട്ടിട്ട് പോകുമോ, സഹിക്കാൻ വയ്യാതായിട്ട് നിങ്ങളിവരെ വിട്ടിട്ട് പോകുമോ എന്നൊരു ഭയം അവർക്കുണ്ട് കേട്ടോ. 7 ഓഫ് കപ്സ് വെച്ചിട്ട് ഓവർ തിങ്കിങ് ആണ്. അതായത് ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കില്ല. നിങ്ങളൊരു കാര്യത്തിൽ ഒരു തീരുമാനം, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം നിങ്ങൾ അറിയിക്കാൻ പറഞ്ഞാൽ ഇവർ ചെയ്യില്ല. അവരിങ്ങനെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് നിൽക്കും. മുന്നോട്ടും ഇല്ല പുറകോട്ടും ഇല്ല. എന്നാൽ നിങ്ങളെ മൂവ് ഓൺ ചെയ്യാൻ വിടുമെന്ന് പറഞ്ഞാൽ അവരതും കേൾക്കില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ ജഗിൾ ചെയ്യിച്ച് നിങ്ങളെയും ടെൻഷൻ അടുപ്പിച്ച് അവരും ടെൻഷൻ അടിച്ച് ഓവർ തിങ്കിങ്ങിൽ കൂടി ഒരുപാട് കടന്നു പോകുന്നൊരു പേഴ്സണാണ്. അത് ഇവർക്കറിയാം. അവരിങ്ങനെ കമ്മിറ്റ്മെൻറ്റ് തരാതിരുന്നാൽ, നിങ്ങളെയും കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരുന്നാൽ അവസാനം സഹി കെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇവരെ വിട്ടിട്ട് പോകാമെന്ന് തീരുമാനിക്കും. ആ ഭയം ഇവർക്ക് നല്ല പോലെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻസെക്യൂരിറ്റീസ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് മനസ്സിലായല്ലോ. ഇനി നേരെ തിരിച്ചു നോക്കണോ, നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഇൻസെക്യൂരിറ്റീസ് എന്താണെന്ന് നോക്കിയാലോ, അതും അറിയാമല്ലോ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കാം അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റീസ് എന്താണ് എന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണെ കുറിച്ച് തോന്നുന്ന ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്ന ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് ഇതിന്. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്ന ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണ്. വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്ന ഇൻസെക്യൂരിറ്റീസ്. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കട്ടെ. Queen of Wands, 2 of Swords, Knight of Swords, 4 of Wands, 7 of Pentacles, Ace of Wands, High Priestess, okay, King of Pentacles, Magician, Devil, okay. Page of Cups, the World, bottom of the deck, a Hermit. Clarify High Priestess, clarify High Priestess, clarify High Priestess, clarify High Priestess.
ദ സ്റ്റാർ, അത് മദറിൻ്റെ എനർജിയാണ് കേട്ടോ, അമ്മയാണ് അത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് അവരുടെ അടുത്ത് തോന്നുന്ന ഇൻസെക്യൂരിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഇൻസെക്യൂരിറ്റിയിൽ പറഞ്ഞ അതേ കാര്യം. ഇവർ നിങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ആളാണ്. ജോബ് വൈസ് ആവട്ടെ, കരിയർ ആവട്ടെ, സാമ്പത്തികമാവട്ടെ, കാണാനും പെരുമാറ്റത്തിലുമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളെ പോരാ എന്ന് തോന്നുമോ, യു ആർ നോട്ട് ഇനഫ് എന്ന് തോന്നുമോ, നിങ്ങളെക്കാൾ ഒരു ബെറ്റർ പേഴ്സൺ ഇവർക്ക് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ഭയമുണ്ട് കേട്ടോ. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഇൻസെക്യൂരിറ്റി. 2 ഓഫ് സോർട്സ് വെച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ പ്രബലമായിട്ടുണ്ട്. ഇതേ ചിന്തകളാണ്. അതായത് അവർ മാരീഡ് ആയിരിക്കാം. അപ്പോൾ അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ കെയർ കൂടുതലായിട്ടും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് പോകുമോ, നിങ്ങളെ വിട്ട് അവർ തേർഡ് പാർട്ടിയുടെ അടുത്ത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ട് നല്ലപോലെ. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് ഒന്നും ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്. കിങ് ഓഫ് കപ്സ്, അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ടാവും. നിങ്ങളെ വിട്ടിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക് ഇദ്ദേഹം പോയിട്ടുണ്ടാവും കേട്ടോ. പോയി അവിടെ ഇവർ വളരെ ആക്റ്റീവായിട്ട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തി ആയിരിക്കണം ഇതിനു മുന്നേ. അതായത് ലോങ് ഡിസ്റ്റൻസിന് പോകുന്നതിന് മുന്നേ ഇവർ വളരെ ആക്റ്റീവായിട്ട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന ഒരാളായിരിക്കണം. പക്ഷേ ലോങ് ഡിസ്റ്റൻസിൽ പോയതിന് ശേഷം ആ ഒരു സ്നേഹപ്രകടനത്തിൽ കുറച്ച് കുറവ് വന്നു കാണും. ഓക്കെ, കുറച്ച് ഇന്നാക്റ്റീവായിട്ട് അവരിയ്ക്കും പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ആ സ്നേഹപ്രകടനത്തിൻ്റെ തീവ്രത കുറഞ്ഞാണ്. ഓക്കെ, അത് നിങ്ങളെ ബോദർ ചെയ്യുന്നു. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നു കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് വരുമ്പോൾ നോർമലി നമ്മൾ ആലോചിക്കുന്ന കാര്യം തന്നെയാണത്. അടുത്ത കുറേ പേര് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വിവാഹത്തിന് തയ്യാറായി മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എല്ലാവർക്കും അത് റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ചിലരുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ മാരീഡ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അൺമാരീഡ് ആയിരിക്കും. അപ്പോൾ ആ അൺമാരീഡ് സിറ്റുവേഷൻ മാറുമോ, ഇനി അവർ കല്യാണം കഴിഞ്ഞ് മൂവ് ഓൺ ചെയ്ത് പോകുമോ എന്നുള്ളൊരു ഭയം. ദാറ്റ്സ് ഫോർ എക്സാമ്പിൾ കേട്ടോ. അങ്ങനെ ഒരു ഭയം നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ഉണ്ട്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അവർ ഫൈനാൻസസിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ജോബിന് കൊടുക്കുന്നു, നിങ്ങൾക്ക് സമയം തരുന്നില്ല എന്നൊരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന സത്യത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് തിരക്കാണെങ്കിലും മനുഷ്യൻ കുറച്ച് സമയം കണ്ടെത്തുമല്ലോ താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്. എത്ര തിരക്കുള്ള ആളാണെങ്കിലും കുറച്ച് സമയം കണ്ടെത്തില്ലേ, അപ്പോൾ എന്നോട് സ്നേഹമില്ലേ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് കേട്ടോ. അതൊരു കാരണമാണ്. ഏസ് ഓഫ് വാണ്ട്സ് വെച്ചിട്ട് മറ്റൊരു റൊമാൻറ്റിക് ബിഗിനിങ് എവിടെയെങ്കിലും നിങ്ങളുടെ പേഴ്സണ് ഉണ്ടാകുമോ എന്നൊരു ഭയം നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വരുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും കേട്ടോ, ഓവർലി റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. ഓക്കെ, ആ ഒരു ചിന്തയാണ് നിങ്ങളെ അല്ലാണ്ട് നിങ്ങൾ ചിലപ്പം അവർ വിചാരിക്കുന്ന ലെവലിലുള്ളൊരു റൊമാൻറ്റിക് പേഴ്സൺ ആയിരിക്കില്ല, അതുകൊണ്ടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ചിന്ത ഒരു അലട്ടൽ ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഹൈ പ്രീസ്റ്റസും സ്റ്റാറും വെച്ചിട്ട് അവിടെ പ്രശ്നം അമ്മയാണ്, അവരുടെ അമ്മ. ഓക്കെ, അമ്മയുടെ എതിർപ്പ് വളരെ പ്രബലമായിട്ട് തന്നെ ഉണ്ടാവും. ഇവർ അമ്മയോട് ഒരുപാട് സ്നേഹവും വിധേയത്വവുമുള്ള മക്കളായിരിക്കും. ഓക്കെ, അമ്മ പറയുന്നതിൻ്റെ അപ്പുറം ഇവർ യാതൊന്നും ചെയ്യില്ല. അമ്മ എന്ന് വിചാരിക്കേണ്ട ഫാമിലിയിൽ നിന്ന് തന്നെ വിചാരിച്ചോളൂ. ഓക്കെ, അവരുടെ റെസ്പെക്റ്റീവ് ഫാമിലി പറയുന്നതിൻ്റെ അപ്പുറം ആ പേഴ്സൺ ഒന്നും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയം, അവിടെ അവർ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവർ വേണ്ടെന്ന് വയ്ക്കുമോ, അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ് താരം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എഫിനിറ്റി ആണോ, നിങ്ങളെ വേണ്ടെന്ന് വയ്ക്കുമോ എന്നുള്ളൊരു ഭയം അവർക്ക് നിങ്ങൾക്ക് നല്ലപോലെ ഉള്ളതായിട്ട് കാണും കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവർ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയൻ, അതേമാതിരി ഇവരിയ്ക്കുന്ന പദവി, അതെല്ലാം വളരെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ആ ഡിഫറൻസസ് നിങ്ങളുടെ റിലേഷനെ ബാധിക്കുമോ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവരല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട, കാരണം നിങ്ങളുടെ ഫീലിങ്സാണ് നോക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭയമുണ്ട് ഈ ഡിഫറൻസസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നേരത്തെ ലാസ്റ്റ് ഇതിലും ഗ്രൂപ്പിലും ഇത് വന്നിരുന്നു. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരിക്കും, ഓവർ കഴിവുകളുള്ള വ്യക്തിയായിരിക്കും. ഇവർ ജോലി ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഇവർക്ക് പ്രാഗൽഭ്യമുള്ളവരായിരിക്കും. ഒരു ഭയങ്കര വലിയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. 10 പേര് അറിയുന്ന ആളാണ്. അപ്പോൾ നിങ്ങളെ ഇവർ പ്രിഫർ ചെയ്യുമോ? ഇവർക്ക് ആരെ വേണമെങ്കിലും കിട്ടും. അപ്പോൾ എന്നെ മതി എന്നവർ ചിന്തിക്കുമോ? അങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോകുമോ? മറ്റാരെങ്കിലും പ്രിഫർ ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങൾക്ക് എപ്പോഴും തന്നെയുണ്ട്. ഓവർ അക്കംപ്ലിഷ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഡെവിൾ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉള്ള വ്യക്തിയായിരിക്കണം കേട്ടോ. സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഡ്രഗ്സ്, പിന്നെ വേറെ അറിയാലോ, ലൈക്ക് വേറെ രീതിയിലുള്ള അഡിക്ഷൻസ് ഒക്കെയുള്ള ആ വ്യക്തിയായിരിക്കാം. ആ അഡിക്ഷൻസ് നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ഈ അഡിക്ഷൻസിൽ നിന്നും ഇദ്ദേഹം മോചിതനായിട്ട് അല്ലെങ്കിൽ മോചിതയായിട്ട് വരില്ലേ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ട്. കാരണം ഈ അഡിക്ഷൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് തരണം ചെയ്ത് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ലേ എന്നൊരു ഭയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സണെ കൂടുതലായും ഓൺലൈനിൽ നിങ്ങൾ കാണാറുണ്ടായിരിക്കും. മേ ബി രാത്രി സമയത്തൊക്കെ, അതായത് ഓൺലൈൻ വരാൻ സാഹചര്യം ഇല്ലാത്തൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ ഓൺലൈനിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവരിടുന്ന പോസ്റ്റുകൾ ഇൻസ്റ്റയിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, എവിടെ ആവട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇവരിടുന്ന പോസ്റ്റുകൾ നിങ്ങളെ വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ അസമയത്ത് ഇവരാരോടാണ് ചാറ്റ് ചെയ്യുന്നത്? മറ്റാരോടെങ്കിലും ചാറ്റ് ചെയ്യുകയാണോ? അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ കാണിക്കുന്നു കേട്ടോ. ഡിസ്റ്റൻസ് ചിലർക്ക് പ്രശ്നമാണ്. ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ചെയ്യുക. എങ്ങനെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. എല്ലാ പേർക്കും ഉള്ളതല്ല കേട്ടോ. വേൾഡ് വെച്ചിട്ട് ഡിസ്റ്റൻസ്, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിലുണ്ട്. അത് ഇവരെ വല്ലാതെ ബാധിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഈ ഡിസ്റ്റൻസ് മൂലം ഗ്രാജുവലി നിങ്ങൾ വിട്ടുപോകുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ചിലപ്പോൾ വിചാരിക്കുന്ന ലെവലിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടാവില്ല. മേ ബി അവിടെ ജോലി തിരക്കോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഡിസ്റ്റൻസ് വന്നവിടെ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും മാഞ്ഞു പോകുമോ എന്നൊരു ഭയം നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. ഹെർമിറ്റ് വെച്ചിട്ട് ഇവരുടെ ഈ ഒറ്റപ്പെട്ട ഒരു ലൈഫായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, ലോൺലി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, അധികം എക്സ്പ്രസ് ചെയ്യാത്ത, എക്സ്പ്രഷൻസ് തീരെ കുറവായിരിക്കും നിങ്ങളുടെ പേഴ്സണ്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഇവരെ നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? എന്താണ് ഇവരുടെ മനസ്സിൽ? ചിലപ്പോൾ കാണുമ്പോൾ വളരെ നന്നായി സംസാരിക്കും, മറ്റ് ചിലപ്പോൾ ഇങ്ങനെ മുനിയെ പോലെ ഇരിക്കും. അപ്പം ഇതെന്താണ് ഇവരുടെ മനസ്സിൽ? സത്യത്തിൽ സ്നേഹമാണോ? എന്താണ് ഇവർ ചിന്തിക്കുന്നതൊന്ന് വാ തുറന്ന് പറഞ്ഞൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. മടുപ്പും തോന്നാറുണ്ട് ചിലപ്പോൾ ഈ സ്വഭാവം കാരണം കേട്ടോ. അത് ഇവർക്ക് അറിയുകയും ചെയ്യാം. കാരണം ഇവരുടെ ഇൻസെക്യൂരിറ്റിയിൽ ഈ സംഭവം കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇഷ്ടമില്ലെങ്കിൽ മുന്നോട്ട് മൂവ് ഓൺ ചെയ്തങ്ങ് പോകാം. കാരണം രണ്ടാലൊന്ന് കൃത്യമായി പറഞ്ഞാൽ, ഒന്നുകിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് രണ്ടാലൊന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾ ആലോചിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവരിത് വല്ലതും അറിയുന്നുണ്ടോ അല്ലേ? ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. കുറച്ച് കാർഡ്സ് കൂടി തരുമോ? എൻ്റെ വ്യൂവേഴ്സിന് ഇൻസെക്യൂരിറ്റി തോന്നാനുള്ള കാരണങ്ങൾ എന്താണ്? ടു ഓഫ് വാൻഡ്സ്. അവിടെ ലോങ് ഡിസ്റ്റൻസും തേർഡ് പാർട്ടിയും ഒരുമിച്ച് ഉള്ള സിറ്റുവേഷൻ ആണ് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലുമാണ് നിങ്ങളുടെ പേഴ്സൺ, അവരുടെ കൂടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയും ഉണ്ട്. അപ്പോൾ അവിടേക്ക് അഫിനിറ്റി ആകുമോ? ആ തേർഡ് പാർട്ടിയോട് ഒരുപാട് സ്നേഹമായിട്ട് നിങ്ങളെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ജഡ്ജ്മെൻറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ലൈഫിൽ ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ടാവും കേട്ടോ. കോർട്ട് കേസ് എന്തിനെ പറ്റി തന്നെ ആയാലും, സെപ്പറേഷൻ ആവട്ടെ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കോർട്ട് കേസ്, ആ കേസിൻ്റെ വിധി വരാതെ നീണ്ടു പോകുന്നു. ഓക്കെ, അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് കൂടി വരികയാണ്. അപ്പം ആ വിധി വരും വരെ നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുമോ അതോ മുന്നോട്ട് മൂവ് ഓൺ ചെയ്ത് പോകുമോ? കാരണം എത്ര നാൾ വെയിറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ
മൂവ് ഓൺ ചെയ്ത് പോകുമോ എന്നുള്ളൊരു ഭയം, ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഒരു 3 കാർഡ് കൂടെ എടുക്കാം കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ, പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒന്നും കെയർ ചെയ്യാതെ നടക്കുന്ന ഒരു വ്യക്തിയെ പോലെ, അതായത് ഈസി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും, ഒരു മെച്യൂരിറ്റി ഇല്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഓക്കെ, യാത്രകൾ പോകുന്നു, ഒന്നിനെ പറ്റിയും ചിന്തയില്ല, തടസ്സങ്ങളെ പറ്റിയോ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നോ യാതൊന്നും. നിങ്ങളിവിടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ യാത്ര പോകുന്ന കാര്യമായിരിക്കും തലയ്ക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നാറുണ്ട് വേണ്ടത്ര മെച്യൂരിറ്റിയിൽ ഇവർ പെരുമാറുന്നില്ല, അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ നിങ്ങൾ ഇവരെ നോക്കേണ്ടി വരുന്നു. കുറച്ചുകൂടെ ഏജിനനുസരിച്ചുള്ള ഒരു മെച്യൂരിറ്റി നിങ്ങളുടെ പേഴ്സണ് ഇല്ല എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിയാകുമോ? മുന്നോട്ട് പോകുമ്പോൾ ഇവർ ജീവിതം സീരിയസ് ആയിട്ട് എടുക്കുമോ, അതോ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഇനിയും അങ്ങോട്ട് എന്നുള്ള ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് കേട്ടോ. 2 കാർഡ് കൂടെ എടുക്കാമേ. ലവേഴ്സ്, ഇവർക്ക് മറ്റൊരു വ്യക്തിയോട് സ്നേഹമുണ്ടോ എന്ന് നിങ്ങൾക്ക് അതിഭയങ്കരമായ ഡൗട്ടുണ്ട്. ഓക്കെ, ഇവരുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റൊരു ലവ് ഉണ്ടോ, ഒരു പ്രിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻ ഇവർക്ക് മറ്റാരെങ്കിലുമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ വളരെ അധികം സംശയിക്കാറുണ്ട്. ഓക്കെ, ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക കേട്ടോ, ഇത് എല്ലാവർക്കും ഉള്ളതല്ല. ലാസ്റ്റ് കാർഡ്, കിങ് ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഈഗോ സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും, ഓവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, ആ ഒരു വഴക്കൊക്കെ ഇട്ടാൽ ഇവരുടെ സൈഡിൽ നിന്ന് ഒരു സോറിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഹൈ ഈഗോ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ദിവസങ്ങളോളം മിണ്ടാതൊക്കെ ഇരുന്ന ആളെയും ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തായെന്ന് പോലും അന്വേഷിക്കാതെ മിണ്ടാതെ ഇരിക്കും. അപ്പോൾ ഇത് ശരിയാകുമോ, ഈ റിലേഷൻ മുന്നോട്ട് പോയാൽ ശരിയാകുമോ എന്ന് നിങ്ങൾക്ക് വല്ലാതെ തോന്നാറുണ്ട് കേട്ടോ. അതും ഒരു റീസണാണ്. ഈഗോ ഇഷ്യൂ ഒരുപാട് തന്നെ കാണുന്നുണ്ട് ഈയിടെയായിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെയും ഇൻസെക്യൂരിറ്റീസ് പരസ്പരം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ, ചെയ്തു തരാം. അതേപോലെ വേറെന്താണ്, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. അതേപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക മെയിനായിട്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.